ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചരിത്രം എന്ന് പറയുന്ന ഒരു ഭാഗം സിലബസിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക 5 മാർക്കാണ് ചരിത്രത്തിനുള്ളത്. ഈ ചരിത്രം തന്നെ പ്രധാനമായിട്ടും 3 ചരിത്രമാണുള്ളത്. കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, വേൾഡ് ഹിസ്റ്ററി എന്ന് പറയും. അപ്പോൾ ഓരോ ചരിത്രത്തിനും പരമാവധി നമുക്ക് ലഭിക്കാവുന്ന മാർക്ക് എന്ന് പറയുന്നത് 2 മാർക്കാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഭാഗം എല്ലാ സിലബസിലും ഉണ്ട്. 10th ആയാലും പ്ലസ് 2 ആയാലും ഡിഗ്രി ആയാലും സിലബസിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കേരള ചരിത്രത്തിലെ ഒരു ഭാഗമാണ് യൂറോപ്യന്മാരുടെ ആഗമനവും സംഭാവനകളും എന്ന് പറയുന്നൊരു ഭാഗം. ഇത് നമുക്ക് 3-4 ക്ലാസ്സുകളുടെ ആയിരിക്കും ഇത് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. യൂറോപ്യന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അഥവാ നമ്മൾ പോർച്ചുഗീസ്, ഈ യൂറോപ്യന്മാരെന്ന് പറയുമ്പോൾ പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പോർച്ചുഗീസ് ശക്തികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാരാരാണ് എന്ന് ചോദിച്ചാൽ പറയണം പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് എന്ന് പറയുന്നത് ഏത് രാജ്യമാണ്? പോർച്ചുഗലാണ്. ഏത് രാജ്യമാണ്? പോർച്ചുഗലാണ്. പോർച്ചുഗലിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിസ്ബൺ ആണ്. പോർച്ചുഗലിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ലിസ്ബൺ ആണ്. എന്നാൽ ഇന്ത്യയിൽ അവസാനം വന്നത് ആരാണ്? ഇന്ത്യയിൽ അവസാനം വന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ചുകാരാണ്. ഇന്ത്യയിൽ അവസാനം വന്നത് ആരാണ്? ഫ്രഞ്ചുകാരാണ്. ഫ്രഞ്ച് എന്ന് പറയുന്ന ഏത് രാജ്യമാണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? പാരീസ് ആണ്. പാരീസ് ആണ്. അപ്പോൾ രാജ്യങ്ങൾ ഒരു ദിവസം ഫുള്ള് രാജ്യങ്ങളുടെ ക്യാപിറ്റൽ പഠിക്കാനിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും രാജ്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ക്യാപിറ്റലും കൂടി പഠിച്ചിട്ട് പോവുക. ഓക്കെ. ദെൻ അടുത്തത്, അവസാനം വന്ന യൂറോപ്യന്മാർ ഫ്രഞ്ചുകാരാണെങ്കിൽ അവസാനം പോയത് ആരാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാരും അവസാനം പോയ യൂറോപ്യനും ആര് തന്നെയാണ്? പോർച്ചുഗീസ് തന്നെയാണ്. ഇനി ഈ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1453 തുർക്കി എന്ത് ചെയ്തു? കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ ഇസ്താംബുൾ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുത്തു. ഇത് അതുവരെ റോമൻ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഇസ്താംബുൾ എന്ന് പറയുന്നത്. ഞാൻ മാപ്പിലൊന്ന് ജസ്റ്റ് നോക്കൂ. അപ്പം ഏഷ്യയെയും യൂറോപ്പിനെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിലൂടെ കരമാർഗത്തിലോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരാൻ പറ്റും. അങ്ങനെയായിരുന്നു ഇപ്പോൾ സെൻറ്റ് തോമസ് ഒക്കെ ഇന്ത്യയിലെത്തിയത് ഈ രീതിയിലായിരുന്നു. അങ്ങനെ ഇരിക്കെ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഇസ്താംബുൾ, ഈ പറയുന്ന പ്രദേശം തുർക്കി റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്? പിടിച്ചെടുക്കുകയാണ്. ഇനി കരമാർഗം മുഖേന യൂറോപ്പിലുള്ളവർക്ക് എങ്ങോട്ട് വരാൻ സാധിക്കില്ല? ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഈ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയും. എന്താണ് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയും? എന്താണ് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആഫ്രിക്കയുടെ ഈ ഒരു പ്രദേശമാണ് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിലേക്ക് എത്തണമെങ്കിൽ ഇപ്പം ഇങ്ങനെ വന്നിട്ട് പല ആൾക്കാരും ഇവിടെ വരെ എത്തി, ഇവിടുന്ന് ഇത്രയും വരണം. ഇപ്പം ഈ ശുഭപ്രതീക്ഷ മുനമ്പ് കടന്നിട്ടാണ് എങ്ങോട്ട് വരേണ്ടത്? ഇന്ത്യയിലേക്ക് വരേണ്ടത്. അപ്പോൾ ഈ ശുഭപ്രതീക്ഷ മുനമ്പ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? കണ്ടെത്തിയിട്ടില്ല. ശുഭപ്രതീക്ഷ മുനമ്പ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? കണ്ടെത്തിയിട്ടില്ല. ഈ ശുഭപ്രതീക്ഷ മുനമ്പിന് ഇംഗ്ലീഷിൽ പറയാം ക്യാപ്പ് ഓഫ് ഗുഡ് ഹാപ്പ് എന്നാണ് പറയാം. ഗുഡ് ഹോപ്പ് എന്നാണ് പറയാം. ക്യാപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഈ ശുഭപ്രതീക്ഷ മുനമ്പ് കണ്ടെത്തിയത് ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാർത്തലോമിയ ഡയസ് ആണ്. ആരാണ് കണ്ടെത്തിയത്? ബാർത്തലോമിയ ഡയസ് 1488
ഈ ശുഭപ്രതീക്ഷ മുനമ്പ് കണ്ടെത്തുന്നത്. ഈ 1488 എന്ന് പറയുന്നത് ഏത് നൂറ്റാണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം 1400 ആ 14ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി, 15-ാം നൂറ്റാണ്ടാണ് 1488 എന്ന് പറയുന്നത്. അങ്ങനെ ഈ ബർത്തലോമിയ ഡയസ് എന്ന് പറയുന്ന വ്യക്തി ശുഭപ്രതീക്ഷ മുനമ്പ് കണ്ടെത്തുകയാണ്. അതിലൂടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് എത്താൻ പറ്റും. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, പോയില്ല. അങ്ങനെ ആ സമയത്തെ പോർച്ചുഗലിലെ രാജാവാണ് മാനുവൽ രാജാവ് എന്ന് പറയുന്നത്. പോർച്ചുഗലിലെ രാജാവാണ് മാനുവൽ രാജാവ്. ഈ മാനുവൽ രാജാവ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാസ്കോഡഗാമയുടെ ഒരു നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാരെ എങ്ങോട്ട് വിടുകയാണ്, ഇന്ത്യയിലേക്ക് വിടുകയാണ്. അപ്പം മാനുവൽ രാജാവാണ് പോർച്ചുഗീസുകാരെ എങ്ങോട്ട് വിടുന്നത്, ഇന്ത്യയിലേക്ക് വിടുന്നത്. ആരാണ് അതിന് നേതൃത്വം നൽകുന്നത്? വാസ്കോഡഗാമയാണ്. 3 കപ്പലിലായിട്ടാണ് അവർ പോയത്. സെൻറ്റ് ഗബ്രിയൽ, സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബറിയോ. എന്തൊക്കെയാണ്? സെൻറ്റ് ഗബ്രിയൽ, സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബറിയോ എന്ന് പറയുന്ന 3 കപ്പലിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് പോകുന്നത്. അങ്ങനെ അതിൽ വാസ്കോഡഗാമ സഞ്ചരിച്ചത് ഏത് കപ്പലിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻറ്റ് ഗബ്രിയൽ ആണ്. ഏതാണ്? സെൻറ്റ് ഗബ്രിയൽ ആണ്. 1498 മെയ് 20 വാസ്കോഡഗാമ എവിടെ കാലുകുത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്? കാപ്പാട്, കോഴിക്കോടുള്ള കാപ്പാടിൽ എന്ത് ചെയ്തു? കാലുകുത്തി. ഇവർ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാണിജ്യ ബന്ധത്തിന് വേണ്ടിയിട്ടാണ്, അഥവാ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. പിന്നീട് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യമൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ വരുന്ന സമയത്ത് ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? വാണിജ്യ ബന്ധം അഥവാ കച്ചവടം ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം കാപ്പാടെത്തി. ആര്? വാസ്കോഡഗാമയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ കാപ്പാടെത്തി. ഈ സമയത്ത് ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് കോഴിക്കോട് ഉണ്ടായിരുന്ന രാജവംശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെടിയരുപ്പ് സ്വരൂപമാണ്. അഥവാ ഈ നെടിയരുപ്പ് സ്വരൂപം എവിടുത്തെ രാജവംശമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടിലെ രാജവംശമാണ് നെടിയരുപ്പ് സ്വരൂപം. അപ്പോൾ വാസ്കോഡഗാമ കോഴിക്കോട് വരുന്ന സമയത്തെ രാജവംശമാണ് നെടിയരുപ്പ് സ്വരൂപം. ഈ നെടിയരുപ്പ് സ്വരൂപത്തിലെ രാജാക്കന്മാർ അറിയപ്പെടുന്ന പേരാണ് സാമൂതിരി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ് പറഞ്ഞത്? ഈ നെടിയൊരുപ്പ് സ്വരൂപത്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് സാമൂതിരി എന്ന പേരിലായിരുന്നു ഇവർ അറിയപ്പെട്ടിരുന്നത്. അഥവാ സാമൂതിരി എന്ന് പറയുന്നത് ഒരു രാജാവിൻ്റെ പേരല്ല, ആ രാജാവിൻ്റെ പദവിയെയാണ് നമ്മൾ എന്ത് പറയുക? സാമൂതിരി എന്ന് പറയാം. അപ്പം ഈ സാമൂതിരി എന്ന് പറയുന്ന ഈ രാജവംശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഒരു ഭൂപ്രദേശം ഭരിച്ച രാജവംശമാണ് ഏത്? സാമൂതിരി എന്ന് പറയുന്ന രാജവംശം. ഏകദേശം 400 വർഷമാണ് അവരെന്ത് ചെയ്തത്? കോഴിക്കോട് ഭരിച്ചത്. ക്ലിയർ ആണല്ലോ? അപ്പം വാസ്കോഡഗാമ വരുന്ന സമയത്ത് കോഴിക്കോടിലെ രാജവംശം എന്ന് പറയുന്നത് നെടിയരുപ്പ് സ്വരൂപമാണ്. ഇതിലെ രാജാവ് അറിയപ്പെടുന്നത് സാമൂതിരി എന്ന് പറയുന്ന രാജാവാണ്. ഇനി വാസ്കോഡഗാമ കോഴിക്കോട് എത്തുന്ന സമയത്ത് ഏത് സാമൂതിരി രാജാവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനവ വിക്രമാണ്. ഏതാണ്? മാനവ വിക്രമനാണ്. മാനവ വിക്രമനാണ് വാസ്കോഡഗാമ കോഴിക്കോട് എത്തുന്ന സമയത്തെ സാമൂതിരി രാജാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനവിക്രമനാണ് കേട്ടോ. ആരാണ്? മാനവിക്രമനാണ്. ഓക്കെ. അങ്ങനെ ഈ മാനവിക്രമനോട് വാസ്കോഡഗാമ കച്ചവടവുമായിട്ട് സഹകരിക്കുകയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചെങ്കിലും ഈ മാനവിക്രമൻ എന്ത് ചെയ്തില്ല? അതിനെ അംഗീകരിച്ചില്ല. കാരണം ഇത് നിലവിൽ അറബികളുമായിട്ട് സാമൂതിരി രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപാരം നടത്തുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിലവിൽ പല കരാറിലും ഏർപ്പെട്ടിട്ടുണ്ട്, ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മാറാൻ പറ്റൂല എന്ന് വാസ്കോഡഗാമയെ അറിയിക്കുകയാണ്. അങ്ങനെ വാസ്കോഡഗാമ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ വടക്ക് ഭാഗത്തേക്ക് പോവുകയാണ്. അഥവാ കോലോത്തുനാട് എന്ന് പറയുന്ന രാജവംശത്തിൻ്റെ അടുത്ത് പോവുകയാണ്. ഈ കോലത്തുനാട് എന്ന് പറയുന്നത് അവിടുത്തെ രാജാവാണ് കോലത്തിരി രാജാവ് എന്ന് പറയും. അഥവാ നിലവിലെ കണ്ണൂരിലുള്ള ഒരു രാജവംശമാണ് കോലത്തുനാട് എന്ന് പറയുന്നത്. ഇന്നത്തെ കണ്ണൂരായിരുന്നു കോലത്തുനാട്.
അവിടുത്തെ രാജാവാണ് കോലത്തിരി രാജാവ് എന്ന് പറയും. ആരായിരുന്നു രാജാവ്? കോലത്തിരി രാജാവ്. അങ്ങനെ കോലത്തിരി രാജാവ് എന്ത് ചെയ്യുന്നു? വാസ്കോഡഗാമയെ സഹായിക്കുന്നു. അങ്ങനെ കച്ചവടത്തിൽ ഏർപ്പെടുന്നു. നിലവിലുണ്ടായിരുന്ന 3 കപ്പലിലും ഒരുപാട് സാധനങ്ങൾ ഏറ്റ് തിരിച്ച് അവരെന്ത് ചെയ്യാണ്? പോർച്ചുഗലിൽ ലിസ്ബണിലേക്ക് പോവുകയാണ്. അവർക്ക് ചിലവായതിൻ്റെ 60 മടങ്ങ് ലാഭത്തോട് കൂടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? തിരിച്ച് പോർച്ചുഗലിലേക്ക് പോകുന്നത്. ഇത് 1498 നവംബറിലാണ് എന്ത് ചെയ്യുന്നത്? വാസ്കോഡഗാമ തിരിച്ച് പോർച്ചുഗീസിലെത്തുന്നത് അഥവാ പോർച്ചുഗലിലെത്തുന്നത്. പിന്നീട് ഇന്ത്യയിലേക്ക് പോർച്ചുഗലിൽ നിന്ന് വരുന്നത് ആരാണ്? കബ്രാളാണ്. ആരാണ്? കബ്രാളാണ്. കബ്രാള് 1500 കേരളത്തിലെത്തുന്നത് അഥവാ ഇന്ത്യയിലെത്തുന്നത് പറഞ്ഞാൽ കേരളത്തിലായിരുന്നു എത്തിയത്. 1500 അങ്ങനെ ഈ 1500 അദ്ദേഹം എത്തുന്നത് ഇവിടെ തന്നെയാണ്, കോഴിക്കോട് തന്നെയാണ്. ഇപ്പം കബ്രാളിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഐറീസ് കൊറിയ എന്ന് പറയും. എന്താ പേര്? ഐറീസ് കൊറിയ. ഈ ഐറീസ് കൊറിയ സാമൂതിരിയുമായിട്ട് സംസാരിച്ച് വ്യാപാരത്തിന് ഏർപ്പെടാൻ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് സാമൂതിരി എന്ത് ചെയ്തു? സമ്മതിച്ചു. പക്ഷേ ആ സമയത്ത് അറബികളുടെ കച്ചവടവും അവിടുത്തെ മുസ്ലിം രാജവംശവും ഒക്കെ തമ്മിൽ ഇത് വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഈ കബ്രാൾ എന്ത് ചെയ്യാണ്? കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടുത്തെ രാജാവിനായിട്ട് ബന്ധം സ്ഥാപിച്ചു. അവിടുന്ന് ഒരുപാട് സാധനങ്ങൾ എടുത്ത് കബ്രാൾ വീണ്ടും എവിടേക്കെത്തി? പോർച്ചുഗലിലേക്ക് പോയി. ഓക്കെ. ഇനി വാസ്കോഡഗാമ വീണ്ടും രണ്ടാമതായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇത് 1502 വരുന്നത്. അപ്പോൾ ആദ്യം വന്നത് 1498, പിന്നെ വരുന്നത് 1502 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്നത്. അന്ന് കോഴിക്കോടേക്കല്ല ഇദ്ദേഹം വന്നത്. ഇദ്ദേഹം നേരെ പോയത് അഞ്ചുദ്വീപിലേക്കാണ് പോയത്. ഈ അഞ്ചുദ്വീപ് എന്ന് പറയുന്നത് നിലവിൽ ഗോവയിലുള്ളൊരു പ്രദേശമാണ്. ഏത്? അഞ്ചുദ്വീപ് എന്ന് പറയുന്നത്. അങ്ങനെ അഞ്ചുദ്വീപിലേക്ക് അദ്ദേഹം അവിടെ എത്തി. അവിടുന്ന് അദ്ദേഹം വീണ്ടും കണ്ണൂരിലേക്ക് വരികയാണ്. കാരണം ആദ്യം കോഴിക്കോട് വന്നു, വ്യാപാരം നടത്താത്തതിന് പേരിൽ കണ്ണൂർ പോയിട്ടാണല്ലോ കച്ചവടമൊക്കെ നടത്തിയത്. ആ ബന്ധം വീണ്ടും ഊഷ്മളമാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്? കണ്ണൂരിലേക്ക് വരികയാണ്. അങ്ങനെ കണ്ണൂരിലെത്തിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? സാമൂതിരിയെ ആക്രമിക്കുകയാണ്. എന്ത് ചെയ്യുന്നു? സാമൂതിരിയെ ആക്രമിക്കുന്നു. അങ്ങനെ സാമൂതിരിയെ ആക്രമിച്ചു, തിരിച്ചും ആക്രമിച്ചു. തിരിച്ച് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്കോഡഗാമ പിന്നെ പോയത് കൊച്ചിയിലേക്കാണ്. കാരണം കൊച്ചിയിൽ ഓൾറെഡി കബ്രാൾ അവിടെ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയിട്ടാണ് പോർച്ചുഗലിലോട്ട് പോയത്, ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അങ്ങനെ കൊച്ചിയിലെ രാജാവ് എന്ത് ചെയ്തു? നമ്മളെ വാസ്കോഡഗാമയെ സഹായിച്ചു. അങ്ങനെ വാസ്കോഡഗാമ തിരിച്ച് വീണ്ടും എങ്ങോട്ട് പോവുകയാണ്? പോർച്ചുഗലിലേക്ക് പോവുകയാണ്. അപ്പം ഈ വാസ്കോഡഗാമയെ സഹായിച്ചത് ഈ കൊച്ചി രാജാവാണെന്ന് ആര് മനസ്സിലാക്കുകയാണ്? സാമൂതിരി അറിയാണ്. കാരണം ആ കാലഘട്ടത്തിൽ സാമൂതിരിയുടെ അണ്ടറിലുള്ള താഴെയുള്ള ഒരു രാജവംശമായിരുന്നു ആര്? കൊച്ചി എന്ന് പറയുന്നത്. അങ്ങനെ ഈ സാമൂതിരി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയെ ആക്രമിക്കുകയാണ്. അങ്ങനെ ആ രാജാവ് ആകെ പ്രയാസത്തിലാണ്. ഈ സമയത്താണ് 1503 അൽബുക്രക്ക് എങ്ങോട്ട് വരികയാണ്? കൊച്ചിയിലേക്ക് വരികയാണ്. ആരാണ്? 1503 ആര് വരുന്നു? അൽബുക്രക്ക് വരുന്നു. ഈ അൽബുക്രക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാമൂതിരി കൊച്ചിയിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളൊക്കെ തിരികെ പിടിച്ചിട്ട് കൊച്ചിയിലെ രാജാവിന് അൽബുക്രക്ക് തിരികെ കൊടുക്കുകയാണ്. അങ്ങനെ കൊച്ചിയിലെ രാജാവ് വളരെ ഹാപ്പിയായി. അങ്ങനെ ഈ കൊച്ചിയിലെ രാജാവ് പോർച്ചുഗീസുകാർക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോട്ട ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് ഒരു കോട്ട നിർമ്മിച്ചു കൊടുക്കുകയാണ്. പള്ളിപ്പുറം കോട്ട എന്നാണ് അതിൻ്റെ പേര്. എന്നാൽ പോർച്ചുഗീസുകാർ ആ കോട്ടനെ വിളിച്ച പേരെന്തായിരുന്നു? മാനുവൽ കോട്ട എന്നായിരുന്നു. കാരണം ഇവരെ അയച്ച രാജാവ് ആരായിരുന്നു? മാനുവൽ രാജാവല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ കോട്ടയെ പോർച്ചുഗീസുകാർ വിളിച്ചത് മാനുവൽ കോട്ട. ഈ കോട്ട തന്നെയാണ് ആയിക്കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചിക്കോട്ട എന്നൊക്കെ പറഞ്ഞാലും ഒറ്റ കോട്ടയാണ്. ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്?
അങ്ങനെ ഈ കോട്ടയുടെ ഒരു പ്രത്യേകത, യൂറോപ്യന്മാർ ആദ്യം പണിത ഇന്ത്യയിലെ കോട്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പള്ളിപ്പുറം കോട്ടയാണ്. ഇതിനെ പോർച്ചുഗീസുകാർ വിളിച്ചത് മാനുവൽ കോട്ട എന്നായിരുന്നു. ആയിക്കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചി കോട്ട എന്നൊക്കെ ഈ പേരിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. ഞാനിവിടെ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് പള്ളിപ്പുറം കോട്ട എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് ആര് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡ വരികയാണ്. ഇദ്ദേഹം വെറും വ്യക്തിയല്ല, പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് അയച്ച ആദ്യ വൈസ്രോയിയാണ് ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. 1505 ഇദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഇദ്ദേഹം എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോട്ട നിർമ്മിച്ചു. പോർച്ചുഗീസുകാർ ആദ്യം നിർമ്മിച്ച ഫ്രാൻസിസ്കോ ഡി അൽമേഡ നിർമ്മിച്ച കോട്ടയുടെ പേരാണ് ഏഞ്ചലോ കോട്ട എന്ന് പറയും. എന്താണ്? ഏഞ്ചലോ കോട്ട. ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. ഏഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹമാണ് ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്ന ഒരു നയം കൊണ്ടുവന്നത്. എന്താണ് ബ്ലൂ വാട്ടർ പോളിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം എടുക്കുമ്പോൾ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇന്ത്യയുടെ ഈ ഒരു 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. അഥവാ ബ്ലൂ കളറാണ്. ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ 3 ഭാഗം, അടിഭാഗത്തെ 3 ഭാഗവും എന്താണ്? സമുദ്രമാണ്, അല്ലേ? സമുദ്രമാണ്. അപ്പം ഇന്ത്യയുടെ കരപ്രദേശം നിലനിൽക്കണമെങ്കിൽ സമുദ്രത്തിൽ എന്ത് വേണം? ആധിപത്യം വേണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹം എന്ത് പോളിസി കൊണ്ടുവരുന്നത്? ബ്ലൂ വാട്ടർ പോളിസി. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കൽ ഇങ്ങനെയായിരിക്കും, ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്ന പോർച്ചുഗീസുകാരൻ ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നത്. എന്താണ് കാർട്ടസ് പാസ്? കാർട്ടസ് പാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് കപ്പൽ മുഖാന്തരം വരികയാണെങ്കിൽ ഈ പോർച്ചുഗീസുകാരെന്ത് ചെയ്യും? അവരെ തടയും. എന്നിട്ട് എന്തിനാണ് വന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ഇവർക്ക് എന്ത് ചെയ്യും? ഒരു പാസ് കൊടുക്കും ഇന്ത്യയിലേക്ക് വരാനുള്ള. അപ്പം ഈ ഒരു പാസിനെയാണ് എന്ത് പറയുന്നത്? കാർട്ടസ് പാസ്. ഇങ്ങനെ എതിർക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അടിമകളാക്കിയിട്ടൊക്കെ വെക്കും. അപ്പം ഓർത്തു വെക്കുക, കാർട്ടസ് എന്ന് പറയുന്നത് ഒരു പാസ്സാണ്. സമുദ്രത്തിലെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് സമുദ്രത്തിൽ സഞ്ചരിക്കാൻ പോർച്ചുഗീസുകാരെ ഏർപ്പെടുത്തിയ പാസ്സാണ് ഇത് കാർട്ടസ് പാസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ 1509 ആവുന്ന സമയത്ത് ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ത് ചെയ്യാണ്? തിരിച്ച് പോർച്ചുഗലിലേക്ക് എന്ത് ചെയ്യാണ്? പോവുകയാണ്. പിന്നീട് രണ്ടാമത്തെ വൈസ്രോയി ആണ്. ഈ രണ്ടാമത്തെ വൈസ്രോയി ഗവർണർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ വൈസ്രോയി എന്ന് ഓർത്തു വെക്കുക. ഒന്നാമത്തെ വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. രണ്ടാമത്തെ വൈസ്രോയി ആരായിരുന്നു? അൽബുക്രക്കാണ്. ഈ അൽബുക്രക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു 1503 ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അൽബുക്രക്കാണ് രണ്ടാമത്തെ വൈസ്രോയി ആയിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയാണ്. അദ്ദേഹം ഓൾറെഡി ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അദ്ദേഹമാണ് ഈ പോർച്ചുഗീസിന് സാമ്രാജ്യ സ്ഥാപനം എന്ന് പറയുന്ന ലെവലിലോട്ട് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞിരുന്നു തുടക്കത്തിൽ ഇവർ വന്നത് എന്തിനായിരുന്നു? വാണിജ്യ ബന്ധം, കച്ചവടത്തിന് വേണ്ടി മാത്രമായിരുന്നു. പിന്നീട് അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്രാജ്യത്വം അഥവാ ഒരു പോർച്ചുഗീസ് സാമ്രാജ്യത്വം ഇന്ത്യയിൽ ആരംഭിക്കണം എന്ന ആശയമൊക്കെ മുന്നോട്ട് വെക്കുന്നത് ആരാണ്? നമ്മുടെ അൽബുക്രക്കാണ്. അങ്ങനെ ഈ അൽബുക്രക്ക് ചെയ്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ പോർച്ചുഗലിൻ്റെ ക്യാപിറ്റലായിട്ട് കൊച്ചിയാണ് അവർ പരിഗണിച്ചതെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർ തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റുകയാണ്. 1510 ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് ആര് മാറ്റുകയാണ്? നമ്മുടെ അൽബുക്രക്ക് മാറ്റുകയാണ്. ആ സമയത്ത് ഗോവയിൽ
അധികാരത്തിലുണ്ടായിരുന്നത് ബീജാപ്പൂർ സുൽത്താനായിരുന്നു. ഈ ബീജാപ്പൂർ സുൽത്താനെ പരാജയപ്പെടുത്തിയിട്ടാണ് അൽബുക്രക്ക് ഗോവ എന്ത് ചെയ്യുന്നത്, പിടിച്ചെടുക്കുന്നത്. ഈ അൽബുക്രക്ക് കൊണ്ടുവന്ന ഒരു സംഭവമാണ് മിക്സ്ഡ് കോളനി സിസ്റ്റം എന്ന് പറയും. എന്താണ് മിക്സ്ഡ് കോളനി സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോർച്ചുഗീസുകാർ ഇന്ത്യയിലുള്ള വനിതകളെ വിവാഹം കഴിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിലേഷൻഷിപ്പ് അവിടെ എന്ത് ചെയ്യും, വരും. പിന്നീട് അവർക്ക് മക്കളുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും ഈ പോർച്ചുഗീസുകാരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭാഗമായിട്ട് ഇന്ത്യക്കാർക്ക് തോന്നും എന്നൊരു ഉദ്ദേശം വെച്ചിട്ടാണ് അദ്ദേഹം മിക്സ്ഡ് കോളനി സിസ്റ്റം കൊണ്ടുവന്നത്. പക്ഷേ ഇത് ഇവർക്ക് തന്നെ എതിര് വരുന്നൊരു സംഭവമായിരുന്നു. അങ്ങനെ ഇനി പറയുന്നത് നമ്മൾ 1524 നമ്മുടെ വാസ്കോഡ ഗാമ മൂന്നാമതും എന്ത് ചെയ്യാണ്, ഇന്ത്യയിലേക്ക് വരികയാണ്. അദ്ദേഹം വരുന്നത് എവിടേക്കാണ്, ഗോവയിലേക്കാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മൂന്നാമതായിട്ടും വരുന്നത്. അപ്പം ആദ്യം അദ്ദേഹം ഒരു കച്ചവടക്കാരനായി, ഒരു നാവികനായി വന്നതെങ്കിൽ മൂന്നാമത്തെ തവണ അദ്ദേഹം വരുന്നത് വൈസ്രോയി ആയിട്ടാണ്. അഥവാ 6ാമത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആയിട്ടാണ് വാസ്കോഡ ഗാമ വരുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം 1524 കൊച്ചിയിലായിരുന്നല്ലോ അദ്ദേഹം ആദ്യമൊക്കെ വന്നത്. അപ്പോൾ അദ്ദേഹം കൊച്ചിയിലോട്ട് പോയതാണ്. ആ സമയത്ത് മലമ്പനി എന്ന് പറയുന്ന രോഗം അദ്ദേഹത്തിന് ബാധിച്ച് 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ എന്ത് ചെയ്യാണ്, അന്തരിക്കുകയാണ്. ഈ ഡിസംബർ 24 ഓർത്ത് വെച്ചാൽ മതി. ക്രിസ്മസിൻ്റെ തലേന്ന്, അദ്ദേഹം ഒരു ക്രിസ്ത്യാനാണല്ലോ, ക്രിസ്മസിൻ്റെ തലേന്ന് അദ്ദേഹം എന്താണ്, അന്തരിക്കുകയാണ്. അദ്ദേഹത്തെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചിയിലുള്ള, ഞാൻ താഴെ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്, ഇതാണ് ആ ചർച്ച്. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. ഈ ചർച്ചിൻ്റെ പ്രത്യേകത, പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യ പള്ളിയാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യ പള്ളിയാണ് ഈ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയുന്നത്. ഇത് ഏത് ശൈലിയിലാണ് എന്ന് ചോദിച്ചാൽ ഗോതിക് ശൈലിയിലാണ്. ഏത് ശൈലിയിലാണ്? ഗോതിക് ശൈലിയിലാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യക്ക് സംഭാവന ചെയ്ത ശൈലി എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോതിക് ശൈലിയാണ്. അങ്ങനെ 1539 ആവുന്ന സമയത്ത് ഈ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം തിരിച്ച് എങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്? ലിസ്ബൺ, അഥവാ പോർച്ചുഗലിൻ്റെ ക്യാപിറ്റലായ ലിസ്ബണിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വാസ്കോഡ ഗാമയ്ക്ക് ശേഷം പിന്നീട് അധികാരത്തിൽ വരുന്ന വൈസ്രോയിയാണ് ആര്? ഹെൻറിക് മെനസസ് എന്ന് പറയും. ആരാണ്? ഹെൻറിക് മെനസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം, അതിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ എന്ത് ചെയ്യും? തുടരും. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.